മുഹമ്മദ് അസറുദ്ദീൻ. പണ്ടൊക്കെ ആ പേര് കേട്ടാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബാറ്റിംഗിൽ കൈക്കുഴ കൊണ്ട് വിസ്മയം തീർത്ത 90കളിലെ മുൻ ഇന്ത്യൻ നായകനെ ആയിരിക്കും. എന്നാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് കേരള ക്രിക്കറ്റ് താരം കാസർഗോട്ടുകാരനായ അസറാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മിനി ഇന്ത്യ എന്ന് വിളിപ്പേരുള്ള മുംബൈ ടീമിനെ 2021 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അട്ടിമറിച്ച അന്നത്തെ അതിവേഗ സെഞ്ചുറി കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ അസർ. സാക്ഷാൽ കപിൽ ദേവിന്റെ ഐക്കോണിക്കായ നടരാജ് ഷോട്ട് വരെ അന്ന് അസറുദ്ദീനിൽ നിന്ന് പിറന്നതോടെ ആരാധക മനസ്സുകളിലും ആ കാസർഗോഡ് തളങ്കരക്കാരൻ സ്ഥാനം പിടിച്ചു. 4 വർഷത്തിനിപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 2025 ഫെബ്രുവരി 18-ന് ഇതേ അസറുദ്ദീന്റെ മറ്റൊരു സെഞ്ചുറി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളത്തിന് തോളിലേറ്റിയ അസറുദ്ദീന്റെ മറ്റൊരു വെടിക്കെട്ട് സെഞ്ചുറി. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഒരു കേരള താരം സ്വന്തമാക്കുന്ന ആദ്യത്തെ സെഞ്ചുറി. കേരള ക്രിക്കറ്റിന് കാലങ്ങളോളം താലോലിക്കാൻ വക നൽകുന്ന സെഞ്ചുറിയാണ് ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ അസറുദ്ദീൻ നേടിയത്. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഈ സെഞ്ചുറിയുടെ ചുമലിലേറിയാകുമെന്നതും ഉറപ്പാണ്. അടുത്ത അസർ എന്ന് ക്രിക്കറ്റ് ലോകം വാഴ്ത്തിപ്പാടുന്ന 30-കാരനായ പവർ ഹിറ്റർ അസറുദ്ദീനും ചരിത്രത്തിൽ ഇടം നേടിയ അപരാജിത സെഞ്ചുറിയും ഏറെക്കാലം കേരള ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലുണ്ടാവുമെന്ന് ഉറപ്പാണ്. ആധികാരികമായിട്ടായിരുന്നു അസറിന്റെ സെഞ്ചുറി നേട്ടം. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അസർ പതറിയതുമില്ല. സാധാരണയായി ഉണ്ടാവാറുള്ള ബിഗ് മാച്ച് പ്രഷർ ഒന്നും അസറിനോ കേരളത്തിന്റെ മറ്റേതെങ്കിലും താരങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയതായിരുന്നു കേരളം. 2 ദിവസവും 3-ാം ദിവസത്തിലെ 1 മണിക്കൂറും നീണ്ട ബാറ്റിംഗ്. 187 ഓവറുകൾ പിന്നിട്ടപ്പോൾ കേരളം 457 റൺസിന് പുറത്ത്. കേരളത്തിന്റെ 10 താരങ്ങളെ വീഴ്ത്താൻ ഗുജറാത്തിന് 1122 പന്തുകൾ എറിയേണ്ടി വന്നു. അപ്പോഴും ടോപ്പ് സ്കോറർ മുഹമ്മദ് അസറുദ്ദീനെ ഗുജറാത്തിന് ഒന്ന് തൊടാൻ പോലുമായില്ല. കേരളം പുറത്തായപ്പോഴും 6-ാമനായി ഇറങ്ങി 341 പന്തുകളിൽ നിന്ന് 177 റൺസുമായി അസർ അപരാജിതനായി നിന്നു. ഓവറുകൾ നോക്കിയാൽ 56ഓളം ഓവറുകളാണ് അസറുദ്ദീൻ മാത്രം ബാറ്റ് വീശിയത്. 20 ഫോറുകളും 1 സിക്സും അസറിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഗുജറാത്തിനെതിരായ 2-ാം ദിനം ബാറ്റിംഗിനിറങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ കേരളത്തിന് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെ നഷ്ടമായിരുന്നു. എന്നാലും അസറുദ്ദീൻ കുലുങ്ങിയില്ല. അഗ്രസീവ് ബ്രാൻഡ് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന അസർ ഇത്തവണ ക്ഷമയോടെ ക്രീസിൽ നിലയുറപ്പിച്ചു നിന്ന് കേരളത്തിനെ മുന്നോട്ട് നയിച്ചു. പിന്നാലെ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന നേട്ടവും ഗുജറാത്തിനെതിരെ അഹമ്മദാബാദിൽ മുഹമ്മദ് അസറുദ്ദീൻ സ്വന്തമാക്കി. ഏതായാലും സഞ്ജു സാംസൺ മാത്രമല്ല കേരള ക്രിക്കറ്റ് എന്ന് ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് തെളിയിക്കുകയാണ് അസറുദ്ദീനും കേരള ടീമും. ഈ സംഘം ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമോ എന്ന് കാത്തിരുന്നു കാണാം.